വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൺഡേക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നെക്സ്റ്റ് മൺഡേ നമ്മൾ എങ്ങനെ ട്രേഡ് പഞ്ച് ചെയ്യാം, നമ്മൾ 3 സെനാറിയോയും പറയുന്നതായിരിക്കും. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം, അതേപോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റുകൾ, അതേപോലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിലും എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെ ട്രേഡ് എടുക്കണമെന്നുള്ള പ്ലാൻ നിങ്ങൾക്ക് നേരത്തെ കിട്ടും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്ലാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്ലാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും. നമ്മൾ ഓവർ ടെൻസ്ഡ് ആകത്തില്ല. നമുക്ക് നേരത്തെ ഒരു ജസ്റ്റ് പ്ലാൻ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോയാൽ മതി. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ജസ്റ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വ്യൂ പറഞ്ഞു തരാം. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ട്രാപ്പിംഗ് മൂവാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഇതിനുള്ളിൽ മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാക്സിമം ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് ട്രേഡ് എടുക്കാതെ അവോയ്ഡ് ചെയ്തിരിക്കുക. അതേപോലെ അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ, ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ഡയറക്റ്റ് അപ്പ് സൈഡിലോട്ടുള്ളൊരു മൂവ് പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം പിന്നെ ട്രേഡിലോട്ട് പോകുക. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഹയർ ഹൈ പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അപ്പ് സൈഡിലോട്ടുള്ളൊരു കണ്ടിന്യൂഷൻ മൂവിനെ എക്സ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കണ്ടിന്യൂഷനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റാണ് ഇവിടെ മാർക്ക് ചെയ്തിരുന്നത്. 24,360 എന്നുള്ളൊരു റേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ മാർക്കറ്റ് സഡനായിട്ട് ഡൗൺ സൈഡിലോട്ട് ഓപ്പൺ ചെയ്തിട്ട് മൂവ് തരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് പ്രൈസ് ആക്ഷൻ നോക്കി മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്, മാർക്കറ്റ് ഇതിനുള്ളിൽ ട്രാപ്പായി ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രാപ്പായി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തന്നെ മാർക്കറ്റ് മൂവ് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ഈ ഹൈ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. അതേപോലെ ബ്രേക്ക് ഡൗൺ താഴോട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു ലെവലിലോട്ട് വരും. ഡയറക്റ്റ് മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ പ്രൈസ് ആക്ഷനിലോട്ട് നോക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഡയറക്റ്റ് ആ ടാർഗറ്റിലോട്ട് എയിം ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഒരു വീക്കിലേക്ക് നമുക്ക് വരുന്ന ടാർഗറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കാണാം. മാർക്കറ്റ് ഈ ഒരു ഹൈ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒരു സ്മോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് ഡൗൺ സൈഡിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,268 എന്നാണ്. ഈ 23,268 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് മോർ ഫോൾ തരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഈ വീക്കിലേക്ക് നമ്മൾ ഈ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. നാളത്തേക്ക് ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ വേറെ പലരും വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ട്. കുറേ ലൈൻസുകൾ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനാകും. നിങ്ങൾ ഈ ഒരു ജസ്റ്റ് വ്യൂവിൽ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം ഈ പോയിൻ്റ് വരെ ഒന്നും റൈഡ് ചെയ്യാൻ നോക്കരുത്. ഈ പോയിൻ്റ് വരെ ഒന്നും നിങ്ങൾ റൈഡ് ചെയ്യാൻ നോക്കരുത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇനി ഈ ഒരു ലെവലിലോട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പൊസിഷൻ സ്ലൈസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.